പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വയനാട്ടുകാരെ സമ്പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച UDF-കാരും കോൺഗ്രസുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കും. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ ദൌത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. എത്രയോ വർഷം സ്വന്തം കയ്യിലിരുന്ന അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ പോവാത്ത രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഭീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ പറഞ്ഞാൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് തോറ്റത്, ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കും, കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നൊക്കെ പറയാമായിരുന്നു. അമേഠിയിൽ മത്സരിക്കാതെ കഴിഞ്ഞ തവണ വിജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിൽ മത്സരിച്ചതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലായ്മ, ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട് പോരടിക്കാനുള്ള ആർജവമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം റായ്ബറേലിയിലും തോൽക്കുമെന്നുള്ളതാണ് ഇപ്പോ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പൊ രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ, ആളുകളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ